ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. അങ്ങനെ SSC കലണ്ടർ അനുസരിച്ചിട്ടുള്ള രണ്ടാമത്തെ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനും റിലീസ് ആയിട്ടുണ്ട്. ആദ്യം വന്ന് സെലക്ഷൻ പോസ്റ്റ് ഫേസ് 13 സെലക്ഷൻ പോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താണ്, SSC സ്റ്റെനോഗ്രാഫറിൻ്റെ ആപ്ലിക്കേഷൻ ലൈവ് ആക്കിക്കൊണ്ടാണ് അവരുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം SSCയുടെ ഈ ഒരു നല്ലൊരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് നോക്കുക. പിന്നെ ഒരു ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്തവണ വാക്കൻസി വളരെ കുറച്ചായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെനോഗ്രാഫർ ഒരു സ്പെഷ്യലൈസ്ഡ് വാക്കൻസിയാണ്. +2 കഴിഞ്ഞിരിക്കുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു സ്കിൽ എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫി മാത്രമാണ്. അല്ലാതെ +2 ക്വാളിഫിക്കേഷനിൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് SSC സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്നത്. കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റെനോഗ്രാഫറും കൂടെ പഠിച്ചിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമാണ് അവിടെ വരുന്നത്. പക്ഷേ ഇപ്പോൾ വാക്കൻസി വളരെ കുറച്ചാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ ഏകദേശം 2000 അടുപ്പിച്ച് വാക്കൻസി വിളിച്ചിട്ടുണ്ട്. 2023 24 എല്ലാം നോക്കുമ്പോൾ 1000+ വാക്കൻസി എന്തായാലും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് വന്നത് 500-ൽ താഴെ വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. കാരണം ഇനി ടെൻറ്റേറ്റീവ് ആയിട്ടാണ് അവർ പറയുന്നത്. ഇനി ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ, ഈ സ്റ്റെനോഗ്രാഫി ഒക്കെ പഠിച്ച് നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ വരുന്നത് സ്റ്റെനോഗ്രാഫറിൻ്റെ ഗ്രേഡ് സിയും ഗ്രേഡ് ഡിയും പോസ്റ്റുകളാണ് കേട്ടോ. ഗ്രേഡ് സിയും ഗ്രേഡ് ഡി പോസ്റ്റുകളാണ്. രണ്ടും ഡിഫറൻറ്റ് പോസ്റ്റുകളായിട്ടാണ് പറയുന്നത്. ഡിഫറൻറ്റ് ഏജ് ലിമിറ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഡിഫറൻസ് തന്നെയാണ്. അപ്പോൾ ഡേറ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുന്നത് 6/6/2025 ഇതെന്ത് ചെയ്യാണ്, ലൈവ് ആവുകയാണ്. 26/6 വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. അതായത് ഈ മാസം 26-ാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ, ടൈം ഉള്ളൂ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ജൂൺ 6 തൊട്ട് ജൂൺ 26 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് വിൻഡോ കറക്ഷൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. 1/7/2025 2/7/2025 നിങ്ങൾക്ക് ഡേറ്റ കറക്ഷൻ വരുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാനായിട്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഒരു മിസ്റ്റേക്കും വരുത്താതെ SSCയിൽ എന്ത് ചെയ്യുക, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക, ആധാർ വെച്ച് വെരിഫൈ ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഇങ്ങനത്തെ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റിൻ്റെ ഒക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡേറ്റും അവർ അറിയിച്ചിട്ടുണ്ട്. 6th ഓഗസ്റ്റ് 11th ഓഗസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് CBT എക്സാമിനേഷൻ ആകെ ഒരു ഒറ്റ ടയർ എക്സാമിനേഷനാണ് നിങ്ങൾക്ക് വരുന്നത്. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്, 6th ഓഗസ്റ്റ് 11th ഓഗസ്റ്റ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഗ്രൂപ്പ് സി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പ് സിയും ഉണ്ട് ഗ്രൂപ്പ് ഡിയും ഉണ്ട്. ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റും, ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, മിനിസ്റ്റീരിയൽ പോസ്റ്റും ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതിന് രണ്ടിനും സാലറി പാക്കേജ് ആയാലും ഏജ് ക്രൈറ്റീരിയ ഒക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇവിടെ കണ്ടല്ലോ, വാക്കൻസി വന്നിരിക്കുന്നത് ടെൻറ്റേറ്റീവ് വാക്കൻസി എന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. 261 വാക്കൻസി ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി അവർ എന്ത് ചെയ്തിട്ടുള്ളൂ, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ഡ്യൂ കോഴ്സിൽ അവർ എന്ത് ചെയ്യുക, വാക്കൻസി ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയില്ല. ഇപ്പോൾ ഈ വന്ന വാക്കൻസിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടെൻഷനും അടിക്കാണ്ട് തന്നെ എന്ത് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് നേരിടുക കേട്ടോ. അത് ശ്രദ്ധിക്കുക. പിന്നെ ഇനി വരുന്നത് ഇതിൻ്റെ എന്താണ്, ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ഏജ് ലിമിറ്റ് നാഷണാലിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് എന്താണ് ഇവിടെ നിങ്ങളുടെ ഏജ് ലിമിറ്റാണ് പറയുന്നത്. 1/8/2025 സമയം നിങ്ങൾ ഏജ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. 1/8/2025 നിങ്ങളുടെ വയസ്സെന്ന് പറയുന്നത് ഗ്രേഡ് സിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 18 to 30 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എത്രയാണ്, 18 to 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഗ്രേഡ് സിയിലേക്ക് അപ്ലൈ ചെയ്യാം. അതേസമയം ഗ്രേഡ് ഡി ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, 18 to 27 ഇയേഴ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ 1/8/2025 നിങ്ങളുടെ വയസ്സെന്ന് പറയുന്നത് 18-നും 30-നും ഇടയിൽ, അല്ലെങ്കിൽ 18-നും 27-നും ഇടയിലായിരിക്കണം. ഓക്കെ, ആ ഒരു ഏജ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഗ്രേഡ് സിയിലേക്കും ഗ്രേഡ് ഡിയിലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ളത്. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്, 2/8/1995-നും 1/8/2007-നും ഇടയിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു ക്രൈറ്റീരിയ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം എന്ത് വരുന്നുണ്ട്, SC STക്ക് പ്ലസ് ഒരു 5 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ വരുന്നുണ്ട്. OBCക്ക് ആണെങ്കിൽ ഒരു 3 വർഷത്തിൻ്റെ റിലാക്സേഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് PWD കാറ്റഗറിക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് 10-15 വർഷത്തിൻ്റെയൊക്കെ ഇളവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് PWD കാൻഡിഡേറ്റ്സിനൊക്കെ അത്യാവശ്യം നല്ലൊരു വാക്കൻസി റിപ്പോർട്ടിംഗ് ആണ്. കാരണം ഇതെന്താണ്, ക്ലറിക്കൽ പോസ്റ്റ് പോലത്തെ പോസ്റ്റുകളായതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക.
പിന്നെ വരുന്നത് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് അറിയേണ്ടത് അല്ലേ. എഡ്യൂക്കേഷണൽ എക്സ് സർവീസ് മാൻ ഒക്കെ വേക്കൻസി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സ് സർവീസ് മാൻ അതുപോലെ ഈ സെൻട്രൽ ഗവൺമെന്റ് ജോലികളിൽ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ വാക്കൻസി പറയുന്നുണ്ട്. അപ്പോൾ ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 18 to 27, 18 to 30 ആണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു കാര്യം എന്താണ്, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ +2 ആണ് വരുന്നത്. +2 കഴിഞ്ഞ ആർക്കും അപ്ലൈ ചെയ്യാം. അതിൻ്റെ ആ ഒരു ടൈം ലൈൻ ഇവിടെ പറയുന്നുണ്ട്. ടൈം ലൈൻ ഓക്കെ, ടൈം ലൈൻ എന്താണ് പറയുന്നത് നോക്കാം. 1/8/2025 നിങ്ങളുടെ എന്താണ്, നിങ്ങൾ +2 പാസ്സായിരിക്കണം. മസ്റ്റ് ഹാവ് പാസ്ഡ് 12th സ്റ്റാൻഡേർഡ് ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ആസ് ഓൺ കട്ട് ഓഫ് ഡേറ്റ് 1/8/2025. 1/8/2025 നിങ്ങൾ +2 പാസ്സായവർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അത് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഡിഗ്രിയോ എന്താണ് ഈ പറയുന്ന +2 കഴിഞ്ഞവരായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലും, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് അറിയാലോ, ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്ന ഒരു മെയിൻ കാര്യം എന്താണ്, ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം നിങ്ങളെല്ലാം ചെയ്യാനായിട്ട്. ഫോട്ടോ സിഗ്നേച്ചർ എല്ലാം പക്കയായിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ബർത്ത്ഡേ ടൈം ആയിരിക്കണം കൊടുക്കണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ എന്താണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കുന്നത് അത് തന്നെ അപ്ലൈ ചെയ്യുമ്പോഴും കൊടുക്കണമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അടയ്ക്കേണ്ട ആപ്ലിക്കേഷൻ ഫീസ്, അതായത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പേയ്മെന്റ് വരുമല്ലോ, അതിന് എത്രയാണ്, 100 rupees ആണ് നോർമൽ കാൻഡിഡേറ്റ്സിന് വരുന്നത്. അതേസമയം വിമൺ കാൻഡിഡേറ്റ്സ് SC STക്ക് ആണെങ്കിൽ എന്താണ്, ഫീസ് ഇല്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. വിമൺ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, PWD കാൻഡിഡേറ്റ്സിന് ഫീസ് കൊടുക്കണ്ട. ബാക്കി എല്ലാ പേർക്കും 100 രൂപയാണ് വരുന്നത് കേട്ടോ. 100 rupees ആണ്. ഓൺലൈൻ പേയ്മെന്റ് ആണ് വരുന്നത് കേട്ടോ. ഓൺലൈൻ പേയ്മെന്റ് ആണ് വരുന്നത്. ഇനി സെന്റേഴ്സ് ഓഫ് എക്സാമിനേഷൻ പറയുന്നത് KKR റീജിയൻ എന്തുണ്ട്, നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ട്, തൃശ്ശൂരുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. KKR റീജിയന് കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശ്ശൂർ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് ആണെങ്കിൽ കവരത്തിയിലും ഒരു സെന്റർ ഉണ്ട്, പിന്നെ ബാംഗ്ലൂരൊക്കെ സെന്റർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ KKR റീജിയൻ ഇവിടെ തന്നെ ആയിരിക്കും എക്സാമിനേഷൻ സെന്റർ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, നമ്മുടെ എക്സാം പാറ്റേൺ എന്താണെന്ന് നോക്കണം അല്ലേ. എക്സാം പാറ്റേൺ, സ്കീം ഓഫ് എക്സാമിനേഷൻ എന്താണ് നിങ്ങൾ നോർമലി പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതായത് SSC എക്സാമിനേഷൻ ആണ്, അതിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ ഉണ്ട്. എന്നാലും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്തിനെയാണെന്നൊന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് മാത്സ് ഒക്കെ ഏറ്റവും ടഫായിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു ഫീൽഡാണ്. കാരണം ഇതിന് എന്തില്ല, മാത്സ് ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. വരുന്നത് എന്തൊക്കെയാണ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട്. അത് എത്രയാണ്, 50 questions 50 മാർക്കിനാണ് വരുന്നത്. അത് കഴിഞ്ഞ് GK ഉണ്ട്, 50 questions 50 മാർക്ക്. ഇംഗ്ലീഷ് ഉണ്ട്, 100 question 100 മാർക്ക്. ഇംഗ്ലീഷാണ് പ്രധാനമായിട്ടും നിങ്ങൾ എന്തിനു വേണ്ടി പഠിക്കേണ്ടത്, SSC സ്റ്റെനോഗ്രാഫർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം റീസണിങ്, GK, ഇംഗ്ലീഷ്. റീസണിങ്, GK, ഇംഗ്ലീഷ് ആണ് 50-50, അത് കഴിഞ്ഞ് 100 വെച്ചിട്ട് വരുന്നത്. ഓക്കെ, അതൊന്നും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. 2 മണിക്കൂറാണ് നിങ്ങൾക്ക് ടൈം വരുന്നത്. എത്രയാണ്, 2 മണിക്കൂറാണ് 200 questions എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടൈം വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കും, 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോവുകയും ചെയ്യും. അതായത് 0.25 ആണ് നെഗറ്റീവ് വരുന്നത്. 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കിംഗ് സ്കീമാണ് വരുന്നത്. പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. റീസണിങ് കുഴപ്പമില്ല, നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇംഗ്ലീഷ് മസ്റ്റായിട്ട് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഗ്രാമർ ആയാലും അല്ലെങ്കിൽ അതിൻ്റെ വൊക്കാബ് സെഷൻസ് ആയാലും എല്ലാം കൃത്യമായിട്ട് കവർ ചെയ്താലേ നിങ്ങൾക്ക് ആ 100 മാർക്സിൽ നല്ലൊരു സ്കോർ മേടിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ GK ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. 2 മണിക്കൂറാണ് വരുന്നത്. 0.25 ആണ് നെഗറ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ എന്തുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് മൊഡ്യൂൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജനറൽ അവയർനെസ്സിൽ എന്തൊക്കെ നോക്കണം, അത് കഴിഞ്ഞ് ഇംഗ്ലീഷിലാണെങ്കിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്, സിനോണിംസ്, ആന്റണിംസ്, വൊക്കാബുലറി, റൈറ്റിംഗ് എബിലിറ്റി, കുറേ കാര്യങ്ങളുണ്ടല്ലോ, കോംപ്രഹെൻഷൻസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇത് കഴിഞ്ഞ്, അതായത് റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് പാസ്സാവേണ്ട കാര്യമാണ് സ്കിൽ ടെസ്റ്റ്. എന്താണ് സ്കിൽ ടെസ്റ്റ്? നമ്മുടെ സ്റ്റെനോഗ്രാഫറിന് വരുന്ന ഒരേ ഒരു ടേണിംഗ് പോയിന്റ് എന്താണ്, സ്കിൽ ടെസ്റ്റ് ആണ്. ആ സ്കിൽ ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ്ലി വിജയിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെനോഗ്രാഫി പഠിക്കണം എന്ന് പറയുന്നത്. കാരണം ഇവിടെ പറയുന്നുണ്ട് എത്ര വേർഡ്സ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. എത്ര വേർഡ്സ് ആണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്.
in the online novel at the speed of 100 words per minute ആണ് ഏതിന് വരുന്നത്? ഗ്രേഡ് സിക്ക് വരുന്നത്. ഗ്രേഡ് സി ആണ് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ റിട്ടൺ എക്സാമിനേഷൻ എഴുതിയെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ എക്സാം പാറ്റേൺ ആണ്, പക്ഷേ ഈ ഒരു സ്കിൽ ടെസ്റ്റിലൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്. എന്താണ്? ഗ്രേഡ് സി ആണെങ്കിൽ 100 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾ സ്റ്റെനോഗ്രാഫർ ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്യണം. അതേസമയം ഗ്രേഡ് ഡി ആണെങ്കിൽ 80 വേർഡ്സ് പെർ മിനിറ്റ് ആണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് 80 വേർഡ്സ് പെർ മിനിറ്റ് ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതാണ് ഗ്രേഡ് സിയും ഗ്രേഡ് സിയുടെ വ്യത്യാസം. പിന്നെ വരുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. തന്നിരിക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റിനെ എന്ത് ചെയ്യണം? ആ ഒരു പറയുന്ന നമ്മുടെ എന്താണ് സ്റ്റെനോ ലാംഗ്വേജിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യണം. അതിന് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി ഇംഗ്ലീഷും ഹിന്ദിയും ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ആയിരിക്കണം ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഗ്രേഡ് ഡി ആണെങ്കിൽ എത്ര വേർഡ്സ് ആണ്? ടൈം ഡ്യൂറേഷൻ 50 മിനിറ്റ് നിങ്ങൾക്ക് ടൈം ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ഇംഗ്ലീഷ് ആണെങ്കിൽ 40 മിനിറ്റ് ആണ് വരുന്നത്. ആ ടൈം ഡ്യൂറേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫ് തന്നിരിക്കുന്നതിനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് ആക്കണം. ഈ 2 ടാസ്ക് ആണ് അവിടെ വരുന്നത്. സ്റ്റെനോഗ്രാഫി ലാംഗ്വേജ് അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ അറിയണം. അത് നിങ്ങൾ റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇതിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ടി എന്ത് ചെയ്യുക? ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയാണ് വരുന്നത് കാര്യങ്ങൾ. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. 100 rupees ആണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു PDF നമ്മുടെ ഇതിൽ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കാം. അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലിയിലേക്ക് കടക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.